ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് വേൾഡ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് എൻ്റെ ഫേസിൽ. ലൈക്ക് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ള മേക്കപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യണത്, പിന്നെ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ ഞാൻ എല്ലാം സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ക്യാൻ സീ ഐ ഹാവ് ലൈക്ക് ദ ലിപ് ഗ്ലോസ്, അതുകൂടാണ്ട് ഞാൻ ലൈക്ക് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ആൻഡ് സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഫസ്റ്റ് സ്റ്റാർട്ട്. ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യണത് ഫൗണ്ടേഷൻ ആണ്. മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ, like this one, which is 24-hour full coverage foundation, and it is in the shade 310 Sun Beige. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ കുറച്ചായിട്ടോ, അറൗണ്ട് ഒരു 1 year ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യണത്. ഇതിനു മുമ്പ് ഞാൻ ലോറിയലിൻ്റെ ആയിരുന്നു 24-hour ഫൗണ്ടേഷൻ, അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഇപ്പം എനിക്ക് കിട്ടണില്ല ആക്ച്വലി. മീൻസ് അവരെന്തോ ഫോമുലയിൽ ചേഞ്ചസ് ചെയ്ത കാരണം എനിക്കത് സൂട്ട് ആവുന്നില്ല. സോ ഞാനിപ്പോൾ ഇത് ലൈക്ക് ഷോപ്പിൽ പോയിട്ട് എൻ്റെ ഫൗണ്ടേഷൻ ലൈക്ക് എൻ്റെ ഷെയ്ഡ് ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തതാണ്. സോ 310 ആണ് ഈ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്. ഓക്കെ, ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യണത് വിത്ത് ദ യൂസ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡറാണ്. നിങ്ങൾക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ചിലപ്പോൾ ഒക്കെ ഫോർ എ ചേഞ്ച് ഐ യൂസ് ദിസ്. ഓക്കെ, സോ എപ്പോഴും ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ, ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ ഇതൊന്ന് നനച്ച് കൊടുക്കണം. ഇത് വെറ്റായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ പമ്പ്, ഞാൻ ഡെയിലി വെയർ ലൈക്ക് കോളേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തൊക്കെ പോകാനായിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പമ്പ് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. കൂടുതൽ ഫൗണ്ടേഷൻ മീൻസ് ഫുൾ കവറേജ് ആവണമെന്ന് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ നാച്ചുറൽ ലുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു പമ്പ് ഞാൻ എടുക്കാറുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഇനഫ് ഫോർ മീ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എടുക്കാം. പക്ഷേ എത്ര നമ്മൾ കുറവ് യൂസ് ചെയ്യണോ അത്ര നാച്ചുറലായിട്ട് നമ്മുടെ ഫേസ് കാണും. അല്ലെങ്കിൽ ഭയങ്കര മേക്കപ്പ് ലുക്ക് കിട്ടും, ലൈക്ക് ഭയങ്കരമായിട്ട് കേക്കി ഫിനിഷ് ആയിരിക്കും വരിക. സോ ഐ സജസ്റ്റ് നമ്മൾ എത്ര കുറവ് ഫൗണ്ടേഷൻ എടുക്കുന്നു അല്ലെങ്കിൽ എത്ര കുറവ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്നു അത്രയ്ക്ക് നമ്മുടെ മേക്കപ്പ് നാച്ചുറലായിട്ട് കാണും. ഓക്കെ, സോ ആസ് എ സൈഡ് ഇത് ഞാൻ ജസ്റ്റ് ഒരു പമ്പ് എടുക്കാറുള്ളൂ. ജസ്റ്റ് ഇത്ര ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഇനഫാണോ ഇല്ലയോ എന്ന്. അത് ഇനി വേണമെങ്കിൽ നമ്മൾ എടുക്കും അടുത്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇന്ന് സ്പോട്ട്സ് ഫുൾ ഫേസിൽ കൊടുക്കും. ഇത് ഇനഫായിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി എടുക്കും കേട്ടോ. എന്നിട്ട് ഒരിക്കലും നമ്മൾ ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർ ഐയിൽ യൂസ് ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ അണ്ടർ ഐസ് കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ ചിലരുടെയൊക്കെ ഉണ്ടാവില്ല എനിക്കറിയില്ല, പക്ഷേ മോസ്റ്റ്ലി ആൾക്കാരുടെ അണ്ടർ ഐസിൻ്റെയും അണ്ടർ ഐസിൻ്റെ താഴെയുള്ള സ്കിന്നിൻ്റെ കളറും ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവും. കുറച്ച് അണ്ടർ ഐ ഡാർക്ക് ആയിരിക്കും, എന്നാൽ താഴത്തെ സ്കിൻ അത്ര ഡാർക്ക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ താഴെ എപ്പോഴും യൂസ് ചെയ്യണത് ലൈക്ക് നമ്മുടെ കൺസീലറാണ് യൂസ് ചെയ്യുക അണ്ടർ ഐസിൻ്റെ അവിടെ. ഓക്കെ, ജസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ആയതിനു ശേഷം, ഓക്കെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ് കൺസീലർ. ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് എന്ന് പറഞ്ഞാൽ മേബിലിൻ്റെ കൺസീലറാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്കിത് പുതിയ പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് കാരമലാണ്, 10 caramel ഐ തിങ്ക്. ഇത് ഇസ് ഇൻ ദ ഷെയ്ഡ് 10 caramel. ഇത് ഓപ്പറേറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഈ സ്പഞ്ചിലേക്ക് വരും. എന്നിട്ട് ഡയറക്റ്റ് അണ്ടർ ഐയിൽ അപ്ലൈ ചെയ്യുക. ഞാൻ മോസ്റ്റ്ലി കയ്യിലാണ് എടുക്കാറ്. കയ്യിലെടുത്തിട്ട്, കാരണം ഹൈജീൻ നമ്മൾ നോക്കണമല്ലോ. നമ്മൾ ഡയറക്റ്റ് അണ്ടർ ഐയിൽ തേക്കുമ്പോൾ മീൻസ് വേറെ പ്രൊഡക്ട്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണ കാരണം അത് നമുക്കിങ്ങനെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യും, കണ്ണിന് മേളിൽ തേച്ചാലും നല്ലതാണ്, പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, കണ്ണിൻ്റെ പേര് പിന്നെ ഏതെങ്കിലും സ്പോട്ട്സ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ചെയ്യാറില്ല മോസ്റ്റ്ലി. ലൈക്ക് ഫൗണ്ടേഷൻ ഇട്ടതുണ്ടെങ്കിൽ എനിക്ക് നാച്ചുറലായിട്ടുള്ളൊരു ലുക്കാണ് ഇഷ്ടം. എന്നിട്ട് വിത്ത് സെയിം ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ അതൊന്ന് പാറ്റ് ചെയ്ത്, ഇങ്ങനെ സ്വാപ്പ് ചെയ്യരുത് ഒരിക്കലും. കൺസീലർ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെയിം ഹിയർ ഡാബ്. ഓക്കെ, രണ്ട് കണ്ണിലും അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടേക്ക് നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, രണ്ടും നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എത്ര കുറവ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ അത്ര നാച്ചുറൽ ആയിരിക്കും. അതുകൂടാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിലും ഭയങ്കര ബോറായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഫൗണ്ടേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ
നന്നായി എനിക്ക് മുമ്പ് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റൊക്കെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല കേക്കായിട്ട് തോന്നാറുണ്ട്. മീൻസ് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തൊട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് പിടിക്കും. പിന്നെ നമ്മുടെ മേക്കപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലത്തെ സ്കിൻ ഓയിൽസ് ഒക്കെ ആയിട്ടൊന്ന് ബ്ലെൻഡായിട്ട് നാച്ചുറൽ ഒരു കളറായിട്ട് തന്നെ വരും. ഓക്കെ, അങ്ങനെയാണ് കുറേ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കേക്ക് ആവണത്. അപ്പോൾ അതാവാണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് ഐഷാഡോ ഇത് ഐഷാഡോ അല്ല സോറി, ഐബ്രോ പാലറ്റ് ആണ്. ഐബ്രോ പെൻസിലും കിട്ടും, ബട്ട് ഐ പ്രിഫർ ഐബ്രോ പാലറ്റ്. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഐബ്രോയിൽ ഹെയർ ഒക്കെ ഉണ്ട് നന്നായിട്ട്. എന്നാൽ ചില ഗ്യാപ്സ് ഉണ്ട്, ആ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത് നൈക്കയുടെ ഐബ്രോ പാലറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ലാക്മീര ഉണ്ട്, വേറെ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിൽ തന്നെ ഒരു ബ്രഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ടു സൈഡ് ടിപ്പ്. ഇവിടെ ബാക്ക് സൈഡിൽ വരുന്നത് കോംബ് ചെയ്യാനായിട്ടും ഇവിടെ നിൽക്കുന്നത് ഐബ്രോ ബ്രഷാണ്. എനിക്ക് അത് കൂടാണ്ട് മറ്റേ വെറ്റ് ആൻഡ് വൈൽഡിൽ നിന്ന് കിട്ടിയ മീൻസ് ഇതിന് മുമ്പ് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് തീർന്നപ്പോൾ സെക്കൻഡ് പർച്ചേസാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബ്രഷ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. കുറച്ചും കൂടി സ്റ്റിഫായ കാരണം നമുക്കിങ്ങനെ ബോർഡർ ലൈൻ ചെയ്യാനായിട്ട് നല്ല സുഖമാണ് ഇതുകൊണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഇതിലിപ്പോൾ 3 ഷെയ്ഡ് ഉണ്ടല്ലോ. ഇതിലത്തെ നമ്മുടെ ഐബ്രോയുടെ ഹെയർ ആയിട്ട് ഏത് ഷെയ്ഡാണ് മാച്ച് ആവുന്നത് അതെടുക്കുക. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ആയ കാരണം ഞാൻ മോസ്റ്റ്ലി ബ്ലാക്ക് തന്നെ എടുക്കാറ്. അതെടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ബോർഡർ ഡ്രോ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഫ്രണ്ട് ഇത്ര എടുക്കരുത്, സോറി, പിന്നെ മാച്ച് തുടങ്ങും. ഇത് ഞാൻ മിറർ യൂസ് ചെയ്യാത്ത കാരണം വച്ചിടത്തോളം ഞാൻ ക്യാമറയിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്യണത് ഗൈസ്. സോ ചിലപ്പോൾ കൂടിയും കുറഞ്ഞെന്ന് വരും. ഓക്കെ, ജസ്റ്റ് ബോർഡറിങ് ചെയ്തു. സെയിം ദിസ് സൈഡ് ആസ് വെൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ബോർഡറിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കോമ്പ് കൊടുത്തു. അപ്പോൾ ഹെയറൊക്കെ ശരിക്കുന്നു. ഇപ്പം തന്നെ കണ്ടില്ല, ബോർഡർ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എൻ്റെ കറക്റ്റായിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഈ സൈഡൊക്കെ ഗ്യാപ്പ് കണ്ടോ. അപ്പോൾ അവിടെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ മാച്ചായ കളർ നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഫ്രണ്ടിലൊന്നും ഒരുപാട് ചെയ്യരുത്, അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. എപ്പോഴും ഫ്രണ്ട് സൈഡ് വിട്ടിട്ട് ബാക്കി സൈഡൊക്കെ ഇങ്ങനെ ഓക്കെ. ആണ് തോന്നുന്നു. ഓക്കെ, ഗുഡ് ഗോ. ചിലർക്ക് വലിയ തിക്കുള്ള പിരിക ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി തിക്കുള്ള പിരികാണ് ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഐസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യണത് ഇതേതൊരു കമ്പനിയുടെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. എനിക്ക് ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇതിനൊന്നും ഞാൻ കൂടുതൽ പൈസ കളയാറില്ല. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യണത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി കൺസീലർ ഇട്ട കാരണം ഏതെങ്കിലും ഒരു നമ്മുടെ കണ്ണിൻ്റെ മുകളിലത്തെ ഷെയ്ഡ് മാച്ച് ആയിട്ടുള്ളത് ഒന്ന് അപ്ലൈ ചെയ്യും. സോ ഐ തിങ്ക് ദിസ് വൺ ഈസ് ലിറ്റിൽ മോർ മാച്ച്. ഓക്കെ, അത് ഞാൻ കയ്യിലെടുക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫുള്ളി അപ്ലൈ ചെയ്യും. ഓക്കെ, സെയിം ടു നെക്സ്റ്റ് സൈഡ്. ഓക്കെ, എന്നിട്ട് ഇഫ് യു വാണ്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത് പോകാനായിട്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ കോറൽ ഷെയ്ഡ് എടുക്കാനാണ് താല്പര്യം. കോറൽ ഷെയ്ഡ് എടുക്കാം. See how it looks. Coral shade. Okay, I have done one side. Okay, next side.
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ സെയിം ആ ഷെയ്ഡിൽ തന്നെ നമുക്ക് താഴെയും കൂടി യൂസ് ചെയ്യും. കണ്ണിൻ്റെ താഴെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട്, കണ്ണ് എഴുതാത്തവരൊക്കെ ആണെങ്കിൽ കണ്ണിൻ്റെ താഴെ കൂടി ചെയ്യണത് നല്ല ഭംഗിയാവും. ഞാൻ താഴെ കണ്ണ് ഒരിക്കലും എഴുതാറില്ല, എനിക്ക് ഇഷ്ടമല്ല കണ്ണ് താഴെ. എനിക്ക് മീൻസ് ഇറ്റ് ഡസൻറ്റ് സൂട്ട്സ് മീ. അതുകൊണ്ട് കണ്ണിൻ്റെ താഴെയും കൂടി ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യണത് ലിപ്സാണ്. ബ്ലഷ് കോളേജിലേക്ക് ഞാൻ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ലിപ് ഗ്ലോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ലിപ് ഗ്ലോസ്, ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാറില്ല. ഇവിടെ യൂസ് ചെയ്യണത് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഭയങ്കര ഡ്രൈ വെതറല്ലേ, പെട്ടെന്ന് ഇങ്ങനത്തെ മാറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലിപ്സൊക്കെ ഡ്രൈ ആയി പോകും. ദാറ്റ്സ് വൈ ഐ യൂസ്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യണ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാക്മീയുടെ 925 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചിക്ക് കളർ. ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ഷെയ്ഡ് ബ്രിക്ക് ബ്ലൂം. അടിപൊളിയാണ് കേട്ടോ. ചിക്ക് ടിൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത് കൂടാണ്ട് ലിപ്സ് ആയിട്ട് യൂസ് ചെയ്യാം. 9 to 5 ആണെങ്കിലും ഓൾമോസ്റ്റ് 8 ലൈക്ക് 5 to 6 hours ഇത് എന്തായാലും നമ്മുടെ ലിപ്സിൽ സ്റ്റേ ചെയ്യും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈപ്പ് ഔട്ട് ആയിട്ട് പോകും. ഓയിലി ഫുഡ് എന്നാലും ഇതിൻ്റെ സ്റ്റെയിൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര എനിക്ക് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ റീഅപ്ലൈ അത്ര ചെയ്യാറില്ല, കോളേജിലേക്ക് പോകുമ്പോൾ ആ ഒരു സമയമല്ലേ വേണ്ടത് നമുക്ക്. ഓക്കെ, നാട്ടിൽ ലിപ് ഗ്ലോസ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി നാട്ടിലത്തെ ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി ഉള്ളതല്ലേ. സോ ഈ ലിപ്സ്റ്റിക്കും ഇങ്ങനെ ഗ്ലോസി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഓയിലി ആയിട്ട് നമ്മുടെ ഫേസ് ഫീൽ ചെയ്യും. സോ അവിടെ ഒന്നും ഞാൻ ലിപ് ഗ്ലോസോ ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഫേസും എന്താണെങ്കിലും ഓയിലി ആയി പോവും. അപ്പോൾ ഈ ഫേസും ഓയിലി ആയി പിന്നെ ലിപ്സും ഇങ്ങനെ ഗ്ലോസി ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ബോർ ലുക്കാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നാട്ടിലത്തെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ലിപ് ബാം ഇടുക, ലിപ്സ്റ്റിക്ക് മേളിൽ കൂടെ അപ്ലൈ ചെയ്തോളൂ. അല്ലെങ്കിൽ ലിപ് ബാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തോളൂ. ഇത് ഹൈഡ്രേറ്റിംഗ് കൂടിയാണ്, മീൻസ് അത്ര ഡ്രൈ ചെയ്യില്ല നാട്ടിലത്തെ ക്ലൈമറ്റിനൊക്കെ. പക്ഷേ ഇവിടെ UK-യിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യാറ്. മേ ബി സംടൈംസ് ഐ അപ്ലൈ എന്താ പറയുക ബ്ലഷ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്ലഷ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്തിട്ടാ ലിപ് ചിൻ കൂടിയല്ല, അപ്പോൾ ജസ്റ്റ് കൂടിക്കുന്നു. മേക്കപ്പിൽ ലെസ് എത്രയാണോ അത്ര നല്ലത്. അപ്പോൾ നോട്ട് ദ ലാസ്റ്റ്, ഇതൊരു മാരീഡ് ആയ കാരണം that's a makeup I do for on everyday basis. കോളേജിൽ പോകാനായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? Does it change? Better, right? Alright, ഞാൻ ജസ്റ്റ് ഇപ്പോൾ വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി മറന്നുപോയിട്ട് മസ്കാര ഇടാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഓക്കെ, കോളേജിന് വേണ്ടിയിട്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ 9 to 5 ക്ലാസ്സോ അങ്ങനെയല്ല. ചില ദിവസം 1 മണിക്കൂർ ലെക്ചർ ഉണ്ടാവുള്ളൂ, ചില ദിവസം എന്താ പറയുക 2 അല്ലെങ്കിൽ ലൈക്ക് 11 to 12 ഒരു മണിക്കൂർ ലെക്ചർ കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂറുടെ സെമിനാർ, അങ്ങനെ ടൈമിംഗ് ഫിക്സ് അല്ല. സോ ഇന്ന് എനിക്കുള്ളത് 4 to 5 ഉള്ള ഒരു ലെക്ചർ മാത്രമാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആവണത്. സോ ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി ഗൈസ്. ജസ്റ്റ് മസ്കാര കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ ഇപ്പോൾ ഐലൈനർ എഴുതാത്ത കാരണം മസ്കാര ഇട്ടാൽ നല്ലൊരു ഐസിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ലൈക്ക് ഐസ് നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് തോന്നും, കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. ഓക്കെ, ഞാൻ ഇത് എന്താ പറയുക നമ്മുടെ മിറർ നോക്കാത്ത കാരണം എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഓക്കെ, മിറർ നോക്കിയിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടണില്ല, ലൈക്ക് കളർ സെയിം. എപ്പോഴും വെളുത്ത മസ്കാര ഇടുമ്പോൾ
ഐസ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ, എന്നിട്ട് ഇതിങ്ങനെ മേളിലേക്ക് കോംബ് ചെയ്യാം. എനിക്ക് നാച്ചുറലി എൻ്റെ ഐലാഷസ് നല്ല ലെങ്ത് ഉള്ളതാണ്, മീൻസ് കുറച്ച് വലിയ ഐലാഷസ് ആണ്. ഇനി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റി കളയാം. ഓക്കെ, ഡിഫറൻസ്. ഓക്കെ, ഇങ്ങനെ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. See? Alright. So I'm done with my makeup. If you have any kind of, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യണമെന്ന് നല്ലതാണ്. ഐ യൂഷ്വലി ഡസൻറ്റ് യൂസ് ഇറ്റ്. ലൈക്ക് കോളേജിനൊക്കെ പോകുമ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യാറില്ല. ദിസ് മച്ച് ഈസ് ഇനഫ് ഫോർ മീ. ഇഫ് ഇറ്റ്സ് എനി കൈൻഡ് ഓഫ് ഫങ്ഷൻ, ബിഗ് ഫങ്ഷൻ, കുറേ നേരത്തേക്ക് നമുക്കത് മേക്കപ്പ് ഒക്കെ സ്റ്റേ ചെയ്യണം ഫേസിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ കോളേജിലേക്കല്ലേ, ലൈക്ക് ഓൺലി ഫോർ 1 or 1.5 hour 2 hours, അപ്പോൾ നമുക്ക് മേക്കപ്പ് അത്ര സ്റ്റേ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യണ ഫൗണ്ടേഷൻസ് ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലൈക്ക് 24 hours സ്റ്റേ ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. സോ ഇറ്റ് ലാസ്റ്റ് ഫോർ ദാറ്റ് മച്ച് അവർ. ഞാൻ ലൈക്ക് എപ്പോഴും ലാസ്റ്റ് മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴും എൻ്റെ ഫേസിൽ മേക്കപ്പ് ഉണ്ടാവാറുണ്ട്, അതിൻ്റെ ആ ഷെയ്ഡ് നമ്മുടെ ഫേസിൽ നിൽക്കാറുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് എ മേക്കപ്പ്. മോസ്റ്റ്ലി എല്ലാവരും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി മാച്ച് ചെയ്ത ടോണിൽ വേണം ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല, കാരണം നമ്മളിവിടെ എല്ലാം മൂടി കെട്ടിയിട്ടാണ് പോകുന്നത്, തണുപ്പ് ഇത്രയുള്ള കാരണം കഴുത്തിലേക്ക് ചെയ്യണമെന്ന് അത്ര യൂസ് മീൻസ് ആപ്ലിക്കബിൾ അല്ല. നമ്മളത് ഫൗണ്ടേഷൻ ഗൈസ്, ഫൗണ്ടേഷൻ ഈസ് ഓൾസോ കൈൻഡ് ഓഫ് കളർ, ഇറ്റ്സ് എ ഷെയ്ഡ്. സോ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ചിലപ്പോൾ അതിലൊക്കെ അത് എന്താ പറയുക, അതിലൊക്കെ അത് ആവും. ഓക്കെ, അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ഞാൻ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടിപ്സ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ മിനിമലായിട്ട് യൂസ് ചെയ്യുക. എത്ര നമ്മൾ മിനിമം യൂസ് ചെയ്യുന്നു അത്ര നമ്മുടെ ഫൗണ്ടേഷൻ ലൈക്ക് നാച്ചുറലായിട്ട് കാണും നമ്മുടെ ഫേസിൽ. എന്താണെങ്കിലും ബ്ലഷ് യൂസ് ചെയ്യുകയാണെങ്കിലും, ലൈക്ക് ഇഫ് യു ആർ ഐബ്രോ ചെയ്യുകയാണെങ്കിലും, എനി കൈൻഡ് ഓഫ് മേക്കപ്പ് വാട്ട് എവർ യു ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ ഓൺ യുവർ ഫേസ്, റൈറ്റ്? സോ അത് അത്രയ്ക്കും ബട്ട് ഡോണ്ട് മേക്ക് ഷോർട്ട് ഇൻ ലൈക്ക് അപ്ലൈങ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതൊക്കെ കുറച്ച് നന്നായിട്ട് സ്കിൻ പ്രപ്പ് നന്നായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഓൾറൈറ്റ്, അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ലൈക്ക് കേക്കായിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. എനിക്ക് വളരെ പെർഫെക്റ്റ് ആണ് ഈ ഒരു മേക്കപ്പ്. ഓക്കെ, പിന്നെ മോസ്റ്റ്ലി ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു യൂസ് എനി കൈൻഡ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡർ. വിത്ത് ദ യൂസ് ഓഫ് ഫിംഗേഴ്സ് യു ക്യാൻ ഡു ദ മാജിക് ഓൺ യുവർ ഫേസ്. ഓക്കെ, ആൻഡ് യൂസ് ലെസ് പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് എ ലോങ്. എപ്പോഴും ഷെയ്ഡ് നോക്കിയിട്ടുള്ള ഫൗണ്ടേഷൻസ് മേടിക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഫോർ ടുഡേ. ആൻഡ് എല്ലാവർക്കും നല്ലത് വരട്ടെ. ശരി, ബൈ.